നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കുട്ടംകുളം സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30 കുട്ടംകുളം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. പാരമ്പര്യ വാസ്തുവിദ്യയുടേതടക്കമുള്ള കുട്ടംകുളത്തിന്റെ പൈതൃക സ്വഭാവത്തെ ആധുനിക നിർമ്മിതി കലാശാസ്ത്രത്തിന്റെ പിന്തുണയോടെ സംരക്ഷിക്കുകയാണ് പ്രവർത്തികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. 4.04 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഇരിങ്ങാലക്കുടയിലെ കുട്ടംകുളം നവീകരണവും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും 4 ലക്ഷം രൂപ ചെലവഴിച്ച് ആരംഭിക്കുകയാണ്. ആ നിർമ്മാണ പ്രവർത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും 2025 നവംബർ 4 നടക്കുകയാണ്. വൈകിട്ട് 4:30 മണിക്ക് കുട്ടംകുളം പരിസരത്ത് ചേരുന്ന പൊതുയോഗത്തിൽ വച്ചാണ് കുട്ടംകുളം സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള എൻ്റെ അധ്യക്ഷതയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടംകുളത്തിൻ്റെ ഒരു മതിൽ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഇടപെട്ടാണ് ഇതിനാവശ്യമായ തുക ബജറ്റിൽ അനുവദിപ്പിച്ചത്. കുട്ടംകുളത്തിൻ്റെ ചുമതല ഏത് വകുപ്പാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ ഇരിങ്ങാലക്കുട നഗരസഭയിലെ 6-ാം വാർഡിലെ പൈക്കാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ ബിജു പോൾ അക്കരക്കാരൻ, അജിത് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു MM നന്ദിയും പറഞ്ഞു. ആ കാലഘട്ടത്തിൽ വെച്ച പദ്ധതിയാണ് പൈക്കാട് ലിഫ്റ്റ് ഇറിഗേഷൻ. അത് എന്തെല്ലാം അരിഷ്ടതകളിൽ കൂടിയാണ് ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ ബഹുമാന്യനായ കൗൺസിലറും അതുപോലെ ഇപ്പോൾ ജെയ്സൺ പാറേക്കാടനും, കാരണം ജെയ്സൺ പാറേക്കാടൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 3 വർഷം കണ്ടിന്യൂസ് ചെയ്ത വ്യക്തിത്വമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് മറ്റാർക്കും എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ കൗൺസിലേഴ്സിന് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം ഏതൊരു കാര്യം ചോദിച്ചാലും ജെയ്സന്റെ അടുത്തുനിന്ന് അതിന് ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പൊതുമരാമത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി അതിൻ്റെ കാര്യകാരണ സഹിതം മനസ്സിലാക്കുകയും അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ജെയ്സന്റെ ആ ഒരു ഉത്തരവാദിത്വം എത്രമാത്രം ഈ പൈക്കാട് ലിഫ്റ്റ് ഇറിഗേഷൻ നടന്നു എന്നതും നമ്മുടെ ശ്രീ ബൈജു കുറ്റിക്കാടൻ ഇവിടെ പ്രസ്താവിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖലാ കൺവെൻഷൻ PR ബാലൻ മാസ്റ്റർ സ്മാരക ഹാളിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ VN വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഖാദർ പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി ഡോക്ടർ K രാജേന്ദ്രൻ, ഡോക്ടർ KG വിശ്വനാഥൻ, P ഗോപിനാഥൻ, ഉദിമാനം അയ്യപ്പൻകുട്ടി, ഡോക്ടർ സോണി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ഖാദർ പട്ടേപ്പാടം പ്രസിഡന്റ് MN രാജൻ, രതി കല്ലട, T രവീന്ദ്രൻ വൈസ് പ്രസിഡന്റുമാർ, ഡോക്ടർ K രാജേന്ദ്രൻ സെക്രട്ടറി, ഷെറിൻ അഹമ്മദ്, സുരേഷ് കുമാർ PN, ദേവിപ്രിയ സ്മിജിത്ത് ജോയിന്റ് സെക്രട്ടറിമാർ, VC പ്രഭാകരൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യൂണിറ്റുകൾ സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ അത് നിർജ്ജീവമായി പോകുന്ന അധികം യൂണിറ്റുകൾ, ചില യൂണിറ്റുകൾ സജീവമായിട്ട് നിൽക്കുകയും ബാക്കി കുറേ യൂണിറ്റുകൾ
യൂണിറ്റുകൾ നിർജ്ജീവമാവുകയും ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി വരുന്നു. അതുകൊണ്ട് ഓരോ വർഷവും അഫിലിയേഷൻ പുതുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ രീതി. അതനുസരിച്ച് സെപ്റ്റംബർ 30 വരെയാണ് സംസ്ഥാന കമ്മിറ്റി യൂണിറ്റുകൾ അഫിലിയേറ്റ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. കല്ലേറ്റിങ്ങര നിപ്മറിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ന്യൂറോ ഡൈവർജൻ അഡൽട്ട് യൂണിറ്റ് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാർക്ക്, പ്രത്യേകിച്ച് ഓട്ടിസം ഉൾപ്പെടെയുള്ള ന്യൂറോ ഡൈവർജൻ ആയ വ്യക്തികൾക്ക് പരിശീലനത്തിനായാണ് യൂണിറ്റ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ 20 പേർക്കാണ് പ്രവേശനം നൽകുക. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, വൊക്കേഷണൽ ട്രെയിനർ, സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനം യൂണിറ്റിൽ ലഭ്യമാകുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഭിന്നശേഷി പുനരധിവാസത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും മേഖലയിൽ രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഒരു മികവിൻ്റെ കേന്ദ്രമായി വളരുകയാണ് ഇരിങ്ങാലക്കുടയിൽ കല്ലേറ്റിങ്കര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നിപ്മർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. നിപ്മർ വളരെ വേഗതയിലാണ് വികസനത്തിൻ്റെ പടവുകൾ ഓടിക്കയറുന്നത്. നാളെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നിപ്മറിൽ. വനിതാ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനം, നിപ്മർ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ബിഹേവിയറൽ സയൻസസിൻ്റെ ഉദ്ഘാടനം, സ്പൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി സേക്രഡ് ഹാർട്ട് മിഷൻ ആശുപത്രിയുമായിട്ട് ധാരണാപത്രം കൈമാറൽ. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അംബിക പള്ളിപ്പുറത്ത്, ജെയ്സൺ പാറേക്കാടൻ, മുനിസിപ്പൽ കൗൺസിലർ അൽഫോൺസ തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഷിബിൻ സ്വാഗതവും ICD സൂപ്പർവൈസർ ഐശ്വര്യ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊക്കെ ജനകീയരാകുന്നത്, ചിലവർ പക്ഷേ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവരാകുന്നത് ആ ഉല്ലാസയാത്രകളിലൂടെയാണ്. എനിക്കൊന്നും എൻ്റെ വാർഡിലൊന്നും അംഗൻവാടികളില്ല. അതുകൊണ്ട് എനിക്ക് വയോജന ക്ലബ്ബുകളായിട്ടുള്ള ഒരു മീറ്റിങ്ങുകളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഉല്ലാസയാത്ര വരുമ്പോഴാണ് അവരൊക്കെ കാണാനും അവരോടൊപ്പം എൻജോയ് ചെയ്യാനും അവരൊക്കെ ആ ഒരു ദിവസം അവർ ശരിക്കും ഭംഗിയായിട്ട് നന്നായിട്ട് ആഘോഷിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അത്രമാത്രം അവർക്കത് ഇഷ്ടപ്പെടും. ഇപ്പൊ ഈ വർഷവും ഞങ്ങൾക്കത് നമ്മളുടെ വയോജന സംഗമത്തിന്റെ ഒപ്പം തന്നെ ഈ വർഷം ഞങ്ങൾ ആ ഒരു യാത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ കൗൺസിലർമാരൊന്നും അത് നമ്മുടെ CDS ചെയർപേഴ്സണായ ഐശ്വര്യ നേതൃത്വത്തിൽ ആ പദ്ധതി വേഗം നടത്തിയത് കൊണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഈ ഒരു യാത്ര നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മരുന്ന് തരുന്നത്, നിങ്ങളുടെ വയോജന ക്ഷേമത്തിന് വേണ്ടി, അതുപോലെ തന്നെ വയോജന സംഗമങ്ങൾ. ഇത് ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഈ 5 വർഷക്കാല ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും നന്നായി വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടമാണ് ഈ 5 വർഷം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. നമുക്കറിയാം, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തരുന്ന ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുമ്പോൾ, അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നൽകുന്ന ഫണ്ടുകൾ അർഹരായ ആളുകളിൽ എത്തുമ്പോഴാണ് അതിന്റെ ഫലപ്രാപ്തി എത്തിത്തീരുന്നത്. ഇരിങ്ങാലക്കുട ആസാദ് റോഡ് എടത്തുരുത്തിക്കാരൻ ജോസ് ഭാര്യ റോസി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. സിജോ, ജിജോ എന്നിവർ മക്കളും ജോൺസൺ, ജെൻസി, ശ്യാമ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.